அண்ணா ஃப்ளவர் நினைச்சிங்களா? ஃபயர். ഹായ് ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്. സോ ഇന്ന് എനിക്ക് വീക്കെൻഡാണ്. അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. I am Perlal. Your sweet name, please. സോ ഗൈസ്, ബിരിയാണിയിലേക്കുള്ള ആദ്യ ചുവടെന്ന രീതിയിൽ ഞാൻ ഉള്ളി അരിയൽ പ്രക്രിയ ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടുത്തെ ഉള്ളിക്ക് ഭയങ്കര എരിച്ചിലാണ് ഗൈസ്. സോ കൂളിംഗ് ഗ്ലാസ് മുക്കിട്ടോ. നാട്ടിൽ ഞാൻ അധികം ഉള്ളി അരിയാറില്ല. ഇവിടെ വന്ന് പരിയിലൂടെ എരിയലാണ്. കുഴപ്പമില്ല, അരിഞ്ഞല്ലേ പറ്റൂ. വയറ്റിലോട്ട് വല്ലതും പോകണമല്ലോ. നമ്മൾ തന്നെ കഷ്ടപ്പെടണം. ഇവിടെ ആരുമില്ല കഷ്ടപ്പെടാൻ. വീട്ടിലെ ഉള്ളി അരിയാൻ കഷ്ടപ്പെടുന്നവർക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഉള്ളി അരിയാവുന്നതാണ്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ. ഇവിടെ യു കെയിലോട്ട് വന്ന സമയത്ത് എനിക്ക് കുക്കിംഗ് ഒന്നും വലിയ ഐഡിയ ഇല്ല. ഞാൻ എന്തുണ്ടാക്കുമ്പോഴും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ആദ്യം ചെയ്യണത് കുറച്ച് സബോള അങ്ങ് എടുക്കും, അങ്ങ് അരിയും. അരിഞ്ഞുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ എന്തുണ്ടാക്കാന്നുള്ളത്. സബോള, തക്കാളി, പച്ചമുളക് ഇത്രയും ഞാൻ അരിഞ്ഞു വെക്കും. എന്നിട്ട് ഞാൻ ചിന്തിക്കും എന്തുണ്ടാക്കണം എന്നുള്ളത്. പക്ഷെ അതൊന്നൊക്കെ ഞാൻ ഇപ്പം ഇങ്ങനെ വളർന്ന് വലുതായില്ലോ. ഐ എം പ്രൗഡ് ഓഫ്. അങ്ങനെ ഉള്ളിയൽ പ്രക്രിയയോടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് ചിക്കൻ വെട്ടാം. ചിക്കൻ എന്തിനാന്നല്ലേ ോട്ട് വരുന്നവരോടാണ്. നമ്മൾ ഈ നാട്ടിൽ കാണുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റേ റീൽ വേഴ്സസ് റിയൽ ശരിക്കും ഹിറ്റാവും. ആ നാട്ടിലൊക്കെ ഉള്ളത്തെ ഏജൻസിയിലൊക്കെ അവർ പറയും ചില വീക്കിലി 1-2 ദിവസം ക്ലാസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ. അതൊക്കെ വെറുതെ കേട്ടോ. എനിക്ക് വീക്കിലി 5 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. എന്തെടുത്ത് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ്, ഈസി ആണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അത്ര ഈസി അല്ല. അങ്ങനത്തെ കോഴ്സ് ഉണ്ട് എന്നല്ല, പക്ഷെ എല്ലാ കോഴ്സും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എല്ലാ കോഴ്സും അങ്ങനെയല്ല. എനിക്ക് വീക്കിലി 5 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു എൻ്റെ കോഴ്സിൽ. അപ്പം 5 ദിവസം ക്ലാസ്, പാർട്ട് ടൈം ജോബ്, കുക്കിങ്, നല്ല രസമാണ്. ഉള്ളിയൊക്കെ നമ്മൾ ഏകദേശം വഴറ്റി ഒരു പരിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആക്കാം. അടി പിടിക്കാണ്ട് ഇളക്കണം. ഈ പാത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. UK വന്നിട്ട് വാങ്ങിയതാണ്. ഇവിടുത്തെ പാത്രത്തിനൊന്നും അടിയിൽ തീരെ കട്ടി കുറവാ തോന്നുന്നുണ്ട്. പെട്ടെന്ന് അടി പിടിക്കും. ഇവിടെ ചിക്കൻ വെളുത്ത് സായിപ്പായി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സയൻസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ചിക്കൻ എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോഴേക്കും ഇത് വെളുത്ത് തുടുക്കും. കണ്ടോ, ചിക്കനൊക്കെ വെളുത്ത് തുടിക്കും. കുട്ടപ്പറേ എന്താണോ പൊടികളൊക്കെ ഇട്ടു ഗൈസ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല, ബിരിയാണി മസാല, ഉപ്പ് എല്ലാം. പക്ഷേ ഈ പാത്രം അത്ര വലുതല്ലാത്തതുകൊണ്ട് ഇതിനെ അളക്കാൻ ഇച്ചിരി പാടാം. ഉപ്പൊക്കെ വന്ന് തുടങ്ങി. ചിക്കൻ അപ്പോൾ വേവാൻ മാറ്റി വെച്ചു ഗൈസ്. ഞാൻ ഗ്യാപ്പിൽ നമുക്ക് റൈസ് ഉണ്ടാക്കാം. നെയ്യ് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഗൈസ്. നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഇവിടെ ഗൈസ് കുക്കിംഗ് ഇവിടെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യാറുള്ള ഒരു പരിപാടി കേട്ടോ. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ ചിക്കൻ മസാല ഉണ്ടാക്കില്ലേ, ഏകദേശം ആയി തുടങ്ങുമ്പോൾ ഞാൻ അതിൽ കുറച്ച് ചാറെടുത്തിട്ട് മാറ്റി വെക്കും കേട്ടോ. ഇത് ലാസ്റ്റ് ഞാനൊരു പണി ചെയ്യേ. ഇത് ഏതോ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടാട്ടോ. ഷാൻജിയോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയായി ഗൈസ്. ഇനി നമുക്ക് ഞാൻ റൈസ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണ ചടങ്ങിലോട്ട് പോകാം. അപ്പം നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജിലാണ് ഗൈസ്. നമുക്ക് റൈസും മസാലയും മിക്സ് ചെയ്യാം. ഓക്കെ, ആദ്യം കുറച്ച് ബിരിയാണി ആദ്യം കിട്ടും.
ഇത് ലൈസ് കുറച്ച് ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. വീണ്ടും നമുക്ക് മസാല ഇടാം. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോസസ്സ് ഇതാട്ടോ, മസാല ഇടുന്ന പരിപാടി. ഏകദേശം ലെയറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ കുറച്ച് കറി ഉണ്ടല്ലോ, അത് ഇതിന്റെ മേലെ വെച്ചു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പൈനാപ്പിൾ എസൻസ്. കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ബിരിയാണി പരിപാടി ഇവിടെ നിർത്താം. കുറച്ച് മതി. ഞാനൊരു ഫൈനൽ ടച്ചിന് വേണ്ടി ഇതിന്റെ മേലെ കുറച്ച് ചൂടുകൾ വെച്ചാൽ ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പൊ കണ്ടിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്.